ഇന്ന് എസ്തെറ്റിക് ആയിട്ടൊരു വാൾ ഡെക്കർ തന്നെയാവാം. അതിനായിട്ട് ലൈറ്റ് കളറിലെ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലൊരു ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ആ കളർ പേപ്പേഴ്സ് ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് 4ആയിട്ട് മടക്കിയിട്ട് ഓരോ പെറ്റൽസിന്റെ ആകൃതി ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പല കളറ് പല മോഡല് പെറ്റൽസ് വേണം. അടുത്തത് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് ലീഫിന്റെ ഒരു മോഡൽ വെച്ച് അതൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് 2 ലീഫ് കിട്ടും. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കൽ തന്നെയാട്ടോ ഏറ്റവും വലിയ പണി. ഇനി നമുക്ക് പേപ്പർ ഇതുപോലെ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പാണ്. ഓരോ പെറ്റൽസും എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് ആ ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിന്റെ സെന്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ആ പൂവിന്റെ നടുവിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി അതൊരു 3D എഫക്റ്റിൽ വരാൻ വേണ്ടിയിട്ട് അതിന്റെ ആ പെറ്റൽസ് ഒക്കെ പതുക്കെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ആ 3D എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ. അങ്ങനെ വെട്ടിയെടുത്ത ഓരോ പെറ്റൽസും ഇതുപോലെ ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ 2 കുട്ടികളും ഇതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരാണ് ഈ പെറ്റൽസിന്റെ പുറകിലൊക്കെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് തരുന്നതും അതുപോലെ ലീഫുകളൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ആക്കി തരുന്നതും ഒക്കെ അവരാണ്. ഞാനത് നേരെ എടുത്ത് ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കും. ചെറിയ മോൻ ഉറങ്ങുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളേ. അപ്പൊ അതുകൊണ്ട് അവൻ ഉണരുന്നതിന് മുന്നേ വർക്ക് തീർക്കണ്ടേ. അപ്പൊ അവരും കൂടി എന്നെ വേഗം സഹായിച്ചതാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്നൊരു വർക്കാണ് കേട്ടോ ഇത്. കുറച്ചു നേരം കഷ്ടപ്പെട്ടാൽ എന്താ, ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ, അത് തന്നെ പോരെ മനസ്സ് നിറയാനായിട്ട്. ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഇതിന്റെ അവസാനം നന്നാവോ അതോ കൊളാവോ എന്നുള്ള അറിയില്ലല്ലോ. അങ്ങനെ ഇതാ ഓരോ പെറ്റൽസുകളായിട്ട് ഒട്ടിച്ച് ഇതാ കുറച്ച് പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പൂക്കളൊക്കെ ഒട്ടിച്ചെടുക്കുക. അടുത്തത് നമ്മൾ ലീഫുകൾ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ആ സ്ട്രിപ്പിൽ കുറച്ച് പശ തേച്ചിട്ട് ഓരോ ലീഫുകളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ലീഫുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ആ പൂവിന്റെ ഇടയിലൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ലീഫിന്റെ പുറകിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പശ തേച്ചിട്ട് പതുക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ കളറുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു 3D എഫക്റ്റില് നല്ല അടിപൊളി ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ വേഗം ഒരു ലൈക്ക് അടിച്ചോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഉണ്ടാക്കാൻ സമയമുള്ളവരൊന്ന് ഉണ്ടാക്കി കൂടി നോക്കണം കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.